welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നും ഞാൻ പതിവ് പോലെ നല്ല ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ റോസ്റ്റാണ്, പക്ഷേ അത് പച്ചമാങ്ങ ചേർത്തിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴാണെങ്കിൽ പച്ചമാങ്ങയുടെ സീസണാണ്, നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ എല്ലായിടത്തും ഉണ്ടാകും. അപ്പോൾ ഇത് പരീക്ഷിക്കാൻ പറ്റിയ സമയമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ചിലപ്പോഴൊക്കെ ചിക്കനകത്ത് സോഫ്റ്റ് ആകാനും പുളിക്കും വേണ്ടി ചിലപ്പോൾ തൈര് ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ വിനെഗർ ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ നാരങ്ങാനീര് ചേർക്കാറുണ്ട്. ഇന്ന് അതിന് പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമാങ്ങയാണ്, ചെറിയ പുളിയുള്ള പച്ചമാങ്ങ. അപ്പോൾ ഈ പച്ചമാങ്ങ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ പച്ചമാങ്ങ ചേർത്ത് വരട്ടിയ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു പേസ്റ്റ് റെഡിയാക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ പച്ചമാങ്ങയാണ് വേണ്ടത്. വിളഞ്ഞ് പഴുക്കുന്നതിന് മുന്നേ ഉള്ള പച്ചമാങ്ങ, അതായത് അത്യാവശ്യം പുളിയുള്ള വിളഞ്ഞ പച്ചമാങ്ങ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഒത്തിരി പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു 1/4 ഭാഗം മതിയാകും. പിന്നെ ഒരു 1-1.5 പിടിയോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ കറിവേപ്പില കൂടെ ചേർക്കുക. ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 20 അല്ലിയോളം വെളുത്തുള്ളി, ഉപ്പ്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഈ അളവ് കണ്ടാൽ അറിയാമല്ലോ നിങ്ങൾ, ആ ഒരു അളവിനനുസരിച്ച് നിറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വേണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു പേസ്റ്റിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പോരാത്ത ഉപ്പ് നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്തും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മസാല ഉണ്ടാക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പിടാനായിട്ട്. ഉപ്പ് പലപ്പോഴായിട്ട് നമ്മൾ ഇടുമ്പോഴേക്കും ആ ഒരു കണക്കുണ്ടാവണം. അപ്പം നിറച്ച് ഉള്ളി വേണം കേട്ടോ, ഉള്ളി ഒട്ടും കുറഞ്ഞു പോകരുത്. അതുപോലെ മല്ലിയില കിട്ടുകയാണെങ്കിൽ മല്ലിയില ചേർക്കുക, പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർക്കുക, കറിവേപ്പിലയും നിറച്ച് ചേർക്കണം, എന്നാലേ ഇതിന് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒത്തിരി പുളിയുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട, ഒരെണ്ണം ഫുൾ എടുക്കേണ്ട കാര്യമില്ല. പകുതിയോ അല്ലെങ്കിൽ 1/4 ഭാഗമോ എടുത്താൽ മതിയാവും ഒരു മാങ്ങയുടെ. അപ്പം നന്നായിട്ട് ഞാൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇത് പുരട്ടി വയ്ക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലൊക്കെയുള്ള പീസാണ്, തീരെ ചെറിയ പീസൊന്നും അല്ല, ഒത്തിരി വലിയ പീസും അല്ല. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പീസായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചിക്കൻ ആവശ്യമായ ഒരല്പം ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. കുരുമുളക് പൊടിയൊക്കെ നമ്മൾ കുറച്ച് പച്ചമുളകും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കില്ല. അപ്പോൾ അതിനനുസരിച്ചാണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, മല്ലിയിലയും പച്ചമാങ്ങയും എല്ലാം കൂടെ നല്ല പച്ച നിറത്തിലുള്ള പേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ ചിക്കൻ്റെ പീസിലേക്കൊക്കെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചു കൊടുക്കുക. എല്ലാ പീസിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഒരു 1/2-1/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെച്ചാൽ അത്രയും നല്ലത്. 1/2 മണിക്കൂറൊക്കെ ആണെങ്കിൽ ഫ്രീസറിൽ വെക്കുക. അതേസമയം കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ ഫ്രീസറിൽ വെക്കണമെന്നില്ല, താഴെ വെച്ചാലും മതിയാവും. ഒരു 3-4 മണിക്കൂർ ഫ്രീസറിലല്ലാതെ താഴെ വെച്ചാലും മതിയാവും. അപ്പോൾ അത്യാവശ്യം അതിൽ തണുപ്പ് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റ് എല്ലാം പച്ചമാങ്ങയുടെയും മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ചിക്കനിലേക്ക് പിടിച്ചോളും. ഇനി നമുക്കിതൊക്കെ റെഡിയാക്കാനായിട്ടുള്ള ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ എങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരപ്പിനകത്ത് ചേർത്തിട്ടുണ്ട്, എങ്കിലും കുറച്ച് ഇതിനകത്ത് റോസ്റ്റ് ചെയ്യാനും കൂടെ വേണം. അപ്പോൾ ഒരു ടീസ്പൂൺ
1.5 ടീസ്പൂണോളം ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി, അത്രയും തന്നെ വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ചെറിയ സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 10-12 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ഇതാവുമ്പോൾ ഒരു ആവശ്യത്തിന് എരിവുണ്ടാവും. ഇത്ര അളവാണെങ്കിൽ. കുറച്ച് കൂടുതൽ സ്പൈസി ആയിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ 2-3 പച്ചമുളക് കൂടുതൽ ചേർക്കാം. മുളക് പൊടി ഇതിനകത്ത് ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ പച്ചമുളകും കുരുമുളകുമാണ് നമ്മളിതിന് എരിവിന് വേണ്ടി ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളകും സവോളയും എല്ലാം നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട്, അരപ്പിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം സവോളയിലും ചേർക്കാനായിട്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ അളവാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടും കൂടാണ്. അപ്പോൾ 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർക്കാം. 1.5 ടീസ്പൂണൊക്കെ മതിയാവും ഗരം മസാല. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം വഴറ്റുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ച് വഴറ്റുക, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് മൂത്തു പോകും. അപ്പോൾ എപ്പോഴും പൊടികൾ ചേർക്കാൻ നേരത്ത് തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികൾ ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഈ പൊടികൾ മൂക്കുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ആ പച്ചമാങ്ങയുടെയൊക്കെ ടേസ്റ്റും എല്ലാം ചിക്കനിലേക്ക് പിടിച്ച് ചിക്കൻ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ ഇതും കൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തുറന്ന് വെച്ചൊന്ന് വരട്ടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം വേവിക്കുന്നതിന് മുന്നേ തന്നെ തീ നന്നായിട്ട് കൂട്ടി വെച്ച് ഈ മസാല എല്ലാം ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നല്ല തീ കൂട്ടി വെച്ച് തന്നെ വരട്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴേക്കും ചിക്കൻ പീസിലേക്കൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കും. അപ്പോൾ ചൂട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വന്ന് അത് വെന്ത് വരിക ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മളിത് വേവിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിക്കനിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പം ആദ്യം ചിക്കൻ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഒരു 4 മിനിറ്റെങ്കിലും 3-4 മിനിറ്റെങ്കിലും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വരട്ടിയെടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് പൊടിയെല്ലാം അടിയിൽ പിടിക്കും. അപ്പം ഇളക്കി കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് ചിക്കൻ പീസ് വേകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് മൂടി വെക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് നിറച്ച് വെള്ളം വരും, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും. നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് കുറച്ച് നേരം വെച്ചു, ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമെല്ലാം അതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ പീസെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് എന്തെങ്കിലും പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ പീസ് വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഇനി നിങ്ങൾക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇതൊന്നുകൂടെ ഒന്ന് വരട്ടിയെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനായിട്ട്. മൂടി വെച്ച് വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ചിക്കൻ പീസിലേക്കൊക്കെ ആ ഗ്രേവി നന്നായിട്ട് പിടിച്ച് ഗ്രേവിയൊക്കെ കുറുകി നല്ലതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു സ്പെഷ്യൽ സാധനം ചേർക്കണം. ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആ ടേസ്റ്റ്, പച്ചമാങ്ങയുടെ ആ ഒരു പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് എല്ലാം വരട്ടിയതിന് ശേഷം വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. അല്പം മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1-2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി വരട്ടിയെടുക്കുക.
നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പച്ചമാങ്ങയുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ചിക്കൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് മാറി വരും. നമ്മൾ സാധാരണ വയ്ക്കുന്ന ചിക്കൻ റോസ്റ്റിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളൊരു ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റിന്. ഏറ്റവും നല്ലത് അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് അതുമായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പം നന്നായിട്ട് വഴറ്റി നല്ല പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ചേർത്ത് വരട്ടിയ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മാങ്ങാ സീസൺ കഴിയുന്നതിന് മുന്നേ വേഗം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് പുതിയ പുതിയ വെറൈറ്റി ഡിഷുകളുമായി വീണ്ടും കാണാം. താങ്ക് യു.